ഹലോ, ബോജോ. സോ നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ ഈ കോഫി കുടിക്കാൻ പോകുന്ന സ്ഥലത്തിന് എന്തുകൊണ്ടാണ് കഫേ എന്ന് പറയുന്നതെന്ന്? കഫി എന്നല്ലേ പറയേണ്ടത് ശരിക്കും? ഈ അല്ലേ അവിടെ എഴുതിയിരിക്കുന്നത്? കഫി എന്നല്ലേ പറയേണ്ടത്? സോ എന്തുകൊണ്ടാണ് കഫേ എന്ന് പറയുന്നതെന്ന് ആലോചിച്ചിട്ടുണ്ടോ? ദ ഒറിജിൻ ഓഫ് ദ വേർഡ് ഈസ് ആക്ച്വലി ഫ്രം ഫ്രഞ്ച്. അതുകൊണ്ടാണ് ഇത് കഫേ എന്ന് പറയുന്നത്. അതെങ്ങനെ അങ്ങനെ ആയെന്നുള്ളതാണ് അടുത്ത ക്വസ്റ്റ്യൻ. ബിക്കോസ് നമ്മൾ ഇംഗ്ലീഷിലും ഫ്രഞ്ചിലും 26 ആൽഫബറ്റ്സ് ഒക്കെ തന്നെയാണ്. പക്ഷെ പ്രശ്നം എന്താണെന്ന് വെച്ചെങ്കിൽ അവിടെ ഇവിടെയും വരകൾ കാണാം ഫ്രഞ്ചിൽ. ലൈക്ക് ഫോർവേഡ് സ്ലാൻഡിങ് ലൈൻ അബവ് ഇ ആൻഡ് ബാക്ക്വേർഡ് സ്ലാൻഡിങ് ലൈൻ. പിന്നെ ഇങ്ങനെ ഒരു തൊപ്പി പോലത്തെ ഒരു സാധനമുണ്ട്, രണ്ട് കുത്തുകളുണ്ട്, പിന്നെ അടിയിൽ ഒരു ലിറ്റിൽ ടൈൽ പോലത്തെ ഒരു സെതിൽ എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. സോ ഇതൊക്കെ ഉള്ളത് കൊണ്ടാണ് അതിന് പ്രൊനൗൺസിയേഷൻ ചേഞ്ച് വന്നത്. സോ കഫേയിൽ എങ്ങനെയാണ് വരുന്നത്? CAFE എന്നാണ് എഴുതുന്നതെങ്കിലും അതിന്റെ ആക്ച്വൽ ഒറിജിനൽ സംഭവം എങ്ങനെയാണ് എഴുതേണ്ടത്? ഈന്റെ മുകളിൽ ഒരു ഫോർവേഡ് സ്ലാൻഡിങ് ലൈൻ ഉണ്ട്, ഈന്റെ മുകളിൽ ഒരു ഏഗു എന്നാണ് പറയുന്നത്. ദാറ്റ് ആക്സെന്റ് ഈസ് കോൾഡ് ആസ് ഏഗു. സോ അത് ഉള്ളത് കൊണ്ടാണ് അതിന് എന്നുള്ള സൗണ്ട്. ഈ ആക്ച്വലി എന്നാണ് ആക്ച്വലി ഫ്രഞ്ചിൽ പറയുന്നത്. അതിന്റെ മുകളിൽ ആ ലൈൻ ഉള്ളത് കൊണ്ടാണ് അതിന് എ സൗണ്ട് കൊടുത്തത്. അതുകൊണ്ടാണ് എന്താണ് കഫി എന്ന് പറയാതെ നമ്മൾ കഫേ എന്ന് പറയുന്നത്. സോ ദാറ്റ്സ് ഹൗ ഇറ്റ് ബിക്കംസ് കഫേ. സോ വേറെ ഏത് വേർഡിലായിരിക്കും അത് വരുന്നത്? ലെ ബെബെ. ലെ ബെബെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ ബേബി എന്നാണ് ഫ്രഞ്ചിൽ അർത്ഥം. സോ ഇവിടെയും നമ്മൾ ആ ഫോർവേഡ് സ്ലാൻഡിങ് ഏഗു ആക്സെന്റ് ഉണ്ട്. സോ ബെബെ. പിന്നെ വേറെ ഇതിലാരും വരുക? ലൈക്ക് എക്കോൾ. എക്കോൾ എന്ന് പറയും. ECOLE എന്നാണ് എക്കോൾ എന്ന് പറയുന്നത്. സോ ഈന്റെ മുകളിൽ ഒരു ലൈൻ ഇതേപോലത്തെ ഏഗു ലൈൻ ഉണ്ട്. അതിനെന്താണ് പറയാ? എ സൗണ്ട് ആണ്. സോ ആ ലൈൻ ഇടുമ്പോഴാണ് എ സൗണ്ട് കൊടുക്കുന്നത്. സോ എക്കോൾ എന്നാണ് എഴുതുന്നത്. ആൻഡ് ഓൾസോ അനദർ വൺ ഈസ് ലൈക്ക് എത്താന്ന്, ETAT. അപ്പോൾ ഇതിൽ ആദ്യത്തെ ഈന്റെ മുകളിൽ ഒരു ഫോർവേഡ് സ്ലാൻഡിങ് ലൈൻ. അപ്പൊ ഇങ്ങനെ ആദ്യത്തെ ലൈനിൽ ആദ്യത്തെ എന്താണ് ലെറ്ററിലൊക്കെ ഇങ്ങനെ വരുമ്പോൾ എന്താണ് അത് മാറ്റിയിട്ട്, ഒന്നില്ലെങ്കിൽ അത് മാറ്റിയിട്ട് എസ് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇംഗ്ലീഷിലത്തെ ഈക്വലൻസ് കിട്ടും. അപ്പൊ എക്കോൾ ECOLE എന്നുള്ളത് ഈ മാറ്റിയിട്ട് എസ് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ എന്താ? സ്കോൾ എന്നായി മാറി അല്ലെ? സോ ദാറ്റ് ഈസ് ഈക്വലന്റ് ഓഫ് സ്കൂൾ. അപ്പൊ ഈ ലാറ്റിൻ ഒറിജിൻ ആണ് ഇതെല്ലാം. അപ്പൊ സ്കൂൾ എസ് സ്റ്റാർട്ട് ചെയ്യുന്ന ലാറ്റിൻ ഒറിജിൻ വേർഡിൽ നിന്നാണ് ഇതിന്റെ ഒറിജിൻ വരുന്നത്. അപ്പോൾ എക്കോൾ ഈസ് ആക്ച്വലി സ്കൂൾ ഇൻ ഇംഗ്ലീഷ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ഈസ് എത്ത. അപ്പൊ എത്ത എന്തായിരിക്കും? എ മാറ്റിയിട്ട് ഡ്രോപ്പ് ഡൗൺ ചെയ്തിട്ട് എസ് ആക്കി മാറ്റി കഴിഞ്ഞാൽ സ്റ്റാർട്ട്, STAT എന്നായി മാറും. അപ്പൊ സ്റ്റേറ്റ് എന്നുള്ള അർത്ഥമാണ് ഇംഗ്ലീഷിൽ അതിന് വരുന്നത്. Then there are other verbs also like etablir എന്ന് പറയും, ETABLIR. എത്താബ്ലീർ എന്നുള്ളതിന് അതിന്റെ ഇടയ്ക്ക് ഒരു എസ് ഇട്ട് കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? എസ്റ്റാബ്ലിഷ് എന്നുള്ള ഒരു വെർബാണ് ആക്ച്വലി ഫ്രഞ്ചിൽ. എത്താബ്ലീർ മീൻസ് എസ്റ്റാബ്ലിഷ്. പിന്നെ വേറെ ഒരെണ്ണമുണ്ട് ലൈക്ക് എക്കോൾ പറഞ്ഞതുപോലെ തന്നെ അതിന്റെ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു വെർബാണ് സ്റ്റഡി എന്നുള്ളത്. എക്കോൾ നമ്മൾ സ്കൂളിൽ പോകുന്ന സ്റ്റഡി ചെയ്യാനാണല്ലോ. അപ്പൊ സ്റ്റഡി എന്നുള്ള വെർബ് എന്താണ് ഫ്രഞ്ചിൽ? എറ്റ്യൂദിയെ എന്നാണ്. എറ്റ്യൂദിയെ. സോ ETUDIER ആൻഡ് ഇതിന്റെ മുകളിൽ ലൈൻ ഉണ്ട്. അപ്പൊ അതിന്റെ മാറ്റിയിട്ട് മാറ്റി കഴിഞ്ഞാൽ എസ് ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ സ്റ്റഡി എന്നുള്ള കുറച്ച് സിമിലാരിറ്റി നമുക്ക് കിട്ടിയല്ലോ. സോ മോസ്റ്റ് ഓഫ് ദ ടൈം ഇതിന്റെ മുകളിൽ ലൈൻ ഉണ്ടെങ്കിൽ അവിടെ അത് എവിടെയെങ്കിലും ഒരു എസ് ഒക്കെ ഇട്ട് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ വി വിൽ ഗെറ്റ് ദാറ്റ് ഇംഗ്ലീഷ് ഈക്വാലൻസ്. സോ ദർ ആർ ലോട്ട് ഓഫ് മെർജിങ് ഹാപ്പൻഡ് ഇൻ ബിറ്റ്വീൻ. ഓക്കെ, ഇപ്പൊ നമ്മൾ പറഞ്ഞത് ഏഗു എന്ന് പറഞ്ഞ ആക്സെന്റ് ആണ്, അതായത് ഈന്റെ മുകളിൽ ഫോർവേഡ് സ്ലാൻഡിങ് ലൈൻ വരുന്നത്. അപ്പൊ ഇവിടെ ഈന്റെ മുകളിൽ മാത്രമേ വരുന്നുള്ളൂ. ആൻഡ് ദർ ഈസ് അനദർ ആക്സെന്റ്, അതായത് ഈന്റെ മുകളിൽ ബാക്ക്വേർഡ് സ്ലാൻഡിങ് ലൈൻ ആയിട്ട് വരുന്നത്. സോ ഈന്റെ മുകളിലും എന്റെ മുകളിലും യുവിന്റെ മുകളിലും ലെറ്റേഴ്സിന്റെ മുകളിലും ഇങ്ങനെ ബാക്ക്വേർഡ് സ്ലാൻഡിങ് ലൈൻ വരുന്ന ഒരു ആക്സെന്റ് ഉണ്ട്. അതിനെന്താണ് പറയുന്നത്? ഘ്രാവ് എന്നാണ് പറയുന്നത്. ഘ്രാവ്. സോ ഈന്റെ മുകളിൽ എന്റെ മുകളിൽ യുവിന്റെ മുകളിൽ. സോ ഇതിനൊരു എക്സാമ്പിൾ പറയുവാണെങ്കിൽ എന്തായിരിക്കും പറയാൻ പറ്റുക? നമുക്ക് ല മേർ എന്ന് പറയാം. ദ മദർ എന്ന് പറയാനായിട്ട് മേർ, ഫാദർ എന്ന് പറയാനായിട്ട് പേർ, ദെൻ ത്രേ, വെരി എന്നൊക്കെ പറയാനായിട്ട് ത്രേബിയ എന്നൊക്കെ നമ്മൾ പറയും. സോ അതിലത്തെ ത്രേ ഒക്കെ എങ്ങനെയാണ്? TRES. അപ്പൊ അതിന് ബാക്ക്വേർഡ് സ്ലാൻഡിങ് ലൈൻ ആണ് നമ്മൾ ഇടുന്നത്. സോ ഇതെല്ലാം പറയുമ്പോൾ എന്താണ്? നമ്മൾ വളരെ ഓപ്പൺ ആയിട്ടാണ് പറയുന്നത്. മേർ, പേർ, ത്രേ, സോ ക്രെം, ഇതെല്ലാം നല്ല ഓപ്പൺ ആയിട്ടാണ് നമ്മൾ പറയുന്നത്. സോ യുവർ മൗത്ത് ഷുഡ് ബി മോർ ഓപ്പൺ വെൻ യു സേ ദിസ്. സോ ഒരു മടിയും കൂടാതെ ഓപ്പൺ ചെയ്ത് പറയണം എന്നാണ് പറയുക. സോ ഗ്രാവ് ഉള്ളിടത്തെല്ലാം നമ്മൾ അങ്ങനെ പറയണം. പോയേം, POEME, പോയേം. സോ ദെൻ ഇതിന് ഇട്ടില്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നം വരുമോ? ഇട്ടില്ലെങ്കിൽ പ്രശ്നം വരും. എ സൗണ്ട് കൊടുക്കുന്നുണ്ട്, മേർ എന്നുള്ളതിൽ എ സൗണ്ട് കൊടുക്കുന്നുണ്ട്. അതല്ലാതെ തന്നെയും നമുക്ക് അതിന്റെ മീനിങ് വ്യത്യാസം വരും. സോ ചില സാഹചര്യത്തിലാണെങ്കിലും ഈന്റെ മുകളിലല്ലാതെ എന്റെ യുവിന്റെ ഒക്കെ മുകളിൽ വരുമ്പോൾ എന്താണ്?
നമുക്കൊരു വ്യത്യാസം വരും. സോ ഫോർ എക്സാമ്പിൾ ഒ യു എന്നുള്ള വേർഡ്, ഒ യു. സോ ഒ യു എന്നുള്ള വേർഡ് നമ്മൾ വെറുതെ എഴുതി കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്താണ്, വെറുതെ എഴുതി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓർ എന്നാണ് അർത്ഥം. പക്ഷെ അതിന്റെ മുകളിൽ, യുവിന്റെ മുകളിൽ ഒരു ബാക്ക്വേർഡ് സ്ലാൻഡിങ് ലൈൻ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ സെയിം ആയിട്ടാണ് നമ്മൾ വായിക്കുന്നത്. ഊൻ തന്നെയാണ് വായിക്കുന്നത്. ഒ യു ഈസ് ഊൻ തന്നെയാണ് വായിക്കുന്നത്. പക്ഷെ ഇതെന്താണ്, ഇതിന്റെ മീനിങ് ഡിഫറെന്റ് ആയി. അപ്പൊ ഇത് രണ്ടും ഹോമോഫോൺസ് ആണ്. ഒ യു എന്ന് എഴുതുന്നതും ഒ യുന്റെ മുകളിൽ ലൈൻ ഇടുന്നതും രണ്ടും ഹോമോഫോൺസ്, രണ്ടും എന്താണ്, സെയിം സൗണ്ടിങ് ആണ്, സെയിം സൗണ്ടിങ് ആണ്, പക്ഷെ ഡിഫറെന്റ് മീനിങ് ആണ്. അപ്പോൾ ഒ യുന്റെ മുകളിൽ ലൈൻ ഇട്ട് കഴിഞ്ഞാൽ അത് വേർന്നായി അർത്ഥം മാറും. അപ്പൊ ഊ ഈസ് എന്താണ്, വേറായി മാറും. മറ്റേത് ഓർന്നായിരുന്നു. ഇതോർ ഇത്, കോഫി ഓർ മിൽക്ക് എന്ന് പറയാനായിട്ട് കഫേ ഊ ലേ എന്നാണ് നമ്മൾ പറയുക, കഫേ ഊ ലേ. പക്ഷെ ഒ യു എന്ന് പറയുന്നത് ഇൻട്രോഗേഷൻ വേർഡ് ആണ്. വേർ എന്നുള്ള ഒരു ഇൻട്രോഗേഷൻ ക്വസ്റ്റ്യൻ വേർഡ് ആണ്. സോ വേർ. ദെൻ വേറെ ഒരെണ്ണം പറയുവാണെങ്കിൽ ആ, നമ്മൾ ഫസ്റ്റ് ആൽഫബറ്റിന്റെ ആന്റെ മുകളിൽ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ അതിന് അറ്റ് ടു ഇൻ അങ്ങനെയുള്ള ഡിഫറെന്റ് മീനിങ് ആണ് വരുക. അറ്റ് ടു ഇൻ എന്നുള്ള ഡിഫറെന്റ് മീനിങ് വരും. പക്ഷെ വെറും ആന്ന് എഴുതി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഹാസ് ഗോട്ട് ദ മീനിങ് ലൈക്ക് ഹാസ് എന്നുള്ള മീനിങ് ആണ് അതിന് വരുക. സോ ദർ ആർ ഡിഫറൻസസ്. അപ്പോൾ അത് എന്തായാലും ലൈൻ ഇട്ടില്ലെങ്കിൽ ഒരു വേറൊരു എൻറ്റയർലി ഒരു ഡിഫറെന്റ് വേർഡായി മാറും. ഈവൻ ദോ ഇറ്റ് സൗണ്ട്സ് ലൈക്ക് സെയിം, ആ എന്നാണ് നമ്മൾ എഴുതിയിരിക്കുന്നതെങ്കിലും ദ മീനിങ് ഈസ് ഡിഫറെന്റ്. ആൻഡ് ലാ എന്നുള്ളത്, ലാ എന്താണ്, നമ്മൾ എല്ലേ എന്നുള്ളത് എന്താണ്, ഫീമെയിൽ ദാ എന്ന് നമ്മൾ പഠിച്ചിരുന്നു. ലൈക്ക് ലാ മേർ എന്നാണ് ഞാൻ പറഞ്ഞത്. ദ മദർ എന്ന് പറയുന്നത് ലാ മേർ എന്നാണ് പറയുന്നത്. സോ ഇവിടെ ലാന്റെ മുകളിൽ, എന്റെ മുകളിൽ നമ്മൾ ബാക്ക്വേർഡ് സ്ലാൻഡിങ് ലൈൻ ഇട്ട് കഴിഞ്ഞാൽ ദേർ എന്നായി മാറി, ലാ. സോ ലാ തന്നെയാണ് പറയുന്നത്, പക്ഷെ മുകളിൽ ഇതിട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ അത് ദേർ. ലാ എന്ന് പറഞ്ഞാൽ ലബ എന്നൊക്കെ പറയുമ്പോൾ അവർ ദേർ എന്നൊക്കെയാണ് അർത്ഥം വരുന്നത്. നമുക്കിനി ഈ രണ്ട് ആക്സെന്റും, ഏഗു ആക്സെന്റും ഗ്രാവ് ആക്സെന്റും, ബാക്ക്വേർഡ് സ്ലാൻഡിങ് ലൈനും ഫോർവേഡ് സ്ലാൻഡിങ് ലൈനും വരുന്ന സെയിം വേർഡ്, അതായത് സെയിം വേർഡിൽ തന്നെ ഈ രണ്ട് ആക്സെന്റും വരുന്ന വേർഡുകൾ നോക്കാം. ഓക്കെ. സോ ഒരു കോമൺ ആയിട്ടുള്ള നെയിമാണ് എന്താണ്, എലേൻ എന്നാണ് നമ്മൾ പറയുന്നത്. കോമൺ ആയിട്ടുള്ള ഒരു നെയിമാണ് ഫ്രാൻസിലുള്ളത്. സോ എലേൻ എന്നാണ് നമ്മൾ പറയുന്നത്. നമ്മളിവിടെ ഹെലൻ എന്നൊക്കെ പറയുള്ളൂ. എലേൻ എന്നുള്ളൊരു എന്താണ് വേർഡ് ഇവിടെ ഇല്ല, അതായത് നെയിം ഇവിടെ ഇല്ല. അപ്പോൾ HELENE തന്നെയാണ് എന്താണ് അതിന്റെ സ്പെല്ലിംഗ് വരുന്നത്. പക്ഷെ ആദ്യത്തെ ഇന്റെ മുന്നിൽ ഫോർവേഡ് സ്ലാൻഡിങ് ലൈനും നെക്സ്റ്റ് എന്താണ് ബാക്ക്വേർഡ് സ്ലാൻഡിങ് ലൈൻ ആണുള്ളത്. അപ്പൊ ആദ്യത്തെ ഏഗു, പിന്നെ നെക്സ്റ്റ് ഗ്രാവു. അപ്പൊ എലേൻ എന്നാണ് നമ്മൾ പറയുക. H ഈസ് മ്യൂട്ടഡ്, അപ്പൊ അതുകൊണ്ട് H വായിക്കുന്നില്ല, എലേൻ എന്നാണ് വായിക്കുക. ദെൻ അടുത്തൊരു വേർഡ് പറയുവാണെങ്കിൽ എലേവ്. എലേവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, സ്റ്റുഡന്റ് എന്നാണ് അർത്ഥം. എലേവ് എന്ന് പറയുമ്പോൾ ELEVE. അപ്പൊ ആദ്യത്തെ ഈന്റെ മുകളിൽ എന്താണ് ഏഗു ആക്സെന്റും, മറ്റേത് ബാക്ക്വേർഡ് സ്ലാൻഡിങ്, മറ്റേ ഈന്റെ മുകളിൽ ബാക്ക്വേർഡ് ആയിട്ടുള്ള ഗ്രാവ് സിമ്പിളാണ് വരുന്നത്. സോ എലവ് ഈ സ്റ്റുഡന്റ് ഫോർ യു. ദെൻ അടുത്തൊരു വേർഡ് പറയുന്നത് ലെജർ. ലെജർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലൈറ്റ്. അപ്പൊ LEGERE ലെജർ. അവിടെയും എന്താണ് രണ്ട് ആക്സെന്റും ഉണ്ട്, ലെജർ. ദെൻ ദെസെ. ദെസെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, DECES. ദെസെ ഈസ് ഓൾസോ മീൻസ് എന്താണ്, ഡെത്ത് എന്നൊക്കെയുള്ള അർത്ഥമാണ്. ദെസെ, ദെസെ. ഓക്കെ. സോ ദാറ്റ്സ് 2 accents ഫോർ യു. സോ അടുത്തൊരു കാര്യം പറയുകയാണെങ്കിൽ, നിങ്ങൾക്ക് അറിയാവോ ക്രിസ്മസ് എങ്ങനെയാണ് ഫ്രഞ്ചിൽ പറയുക എന്നുള്ളത്? സോ ക്രിസ്മസ് എന്ന് പറയുന്നത് നോയൽ എന്നാണ്, NOEL, നോയൽ. അപ്പൊ ഇവിടെ നോയൽ എന്ന് ഞാൻ എഴുതുമ്പോൾ NOEL വെറുതെ അല്ല, ഈന്റെ മുകളിൽ രണ്ട് കുത്ത് ഇടുന്നുണ്ട്, രണ്ട് കുത്ത്, ഡോട്ട്, 2 dots ഉണ്ട്. അപ്പൊ അവിടെ എന്താണ്, ശരി യൂഷ്വലി നമ്മൾ കൺസണന്റ്, ലാസ്റ്റത്തെ കൺസണൻസ് ഫ്രഞ്ചിൽ സൗണ്ട് നമ്മൾ പറയത്തില്ല, പക്ഷെ ഇവിടെ നമ്മൾ പറയും. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ആ രണ്ട് കുത്ത് വന്നുകൊണ്ടാണ്. അപ്പം ആക്ച്വലി രണ്ട് വോവൽ വരുമ്പോൾ രണ്ട് വോവലും സെപ്പറേറ്റ് ആയിട്ട് പ്രൊനൗൺസ് ചെയ്യുന്നതാണ്. ആ രണ്ട് ത്രേമ എന്നുള്ള ഈ ആക്സെന്റ് വരുമ്പോൾ രണ്ട് വോവൽ, എന്നിന്റെ ഇടയിൽ എന്ന് കഴിഞ്ഞിട്ട് ഓയും ഇയും ആണ് വരുന്നത്. അപ്പൊ രണ്ട് വോവലും സെപ്പറേറ്റ്ലി പ്രൊനൗൺസ് ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ടാണ് അത് എങ്ങനെ പറയുന്നത്, നോയൽ എന്നാണ് പറയുന്നത്. നോയൽ, നോയൽ ഈസ് ക്രിസ്മസ് ഫോർ യു. പിന്നെ അടുത്തത് ഇതിന്റെ ഒരു എക്സാമ്പിൾ പറയുവാണെങ്കിൽ നമുക്ക് മേ. ഇവിടെ രണ്ട് MAIS എന്നുണ്ട്. MAIS വിത്ത് ഐന്റെ മുകളിൽ രണ്ട് കുത്തിട്ടിട്ടുണ്ട്. അപ്പോൾ രണ്ട് കുത്തിട്ടിട്ടുള്ളതിന്റെ മീനിങ് എന്താണ്, രണ്ട് കുത്തിട്ടുള്ള മീനിങ് സ്വീറ്റ് കോൺ എന്നാണ്. MAIS അതിന് മെയ്സ് എന്നാണ് പറയാ. നമ്മൾ എയും ഐയും സെപ്പറേറ്റ് ആയിട്ട് പ്രൊനൗൺസ് ചെയ്യണം. S will be also pronounced. അപ്പൊ മെയ്സ് എന്നാണ് നമ്മൾ സ്വീറ്റ് കോണിനെ ഫ്രഞ്ചിൽ പറയുക. ആൻഡ് MAIS വെറുതെ എഴുതി കഴിഞ്ഞ് കഴിഞ്ഞാൽ, രണ്ട് കുത്തിടാതെ എഴുതി കഴിഞ്ഞ് കഴിഞ്ഞാൽ S നമ്മൾ വായിക്കത്തില്ല, മേ എന്നാണ് പറയുക. അതിന്റെ അർത്ഥം എന്താണ്, ബട്ട് എന്നാണ്. സോ ദാറ്റ് ഈസ്, ഇത് രണ്ട് കുത്ത് ഭയങ്കര ഡിഫറൻസ് ഉണ്ടാക്കുന്നുണ്ട് അല്ലെ. സോ പ്രൊനൗൺസിയേഷനും ചേഞ്ച് ചെയ്യുന്നുണ്ട്, ആൻഡ് ഓൾസോ എന്താണ് മീനിങ്ങും ചേഞ്ച് ആവുന്നുണ്ട്. അതൊരു കോൺ എന്നാണ് അതിന്റെ അർത്ഥം. MAIS എന്നുള്ള ഡബിൾ ഡോട്ടുള്ളതിന്റെ. മറ്റേതിന്റെ അർത്ഥം എന്തുവാണ്, ബട്ട് എന്നാണ് അർത്ഥം വരുന്നത്. ആൻഡ് നെയ്വ് എന്നൊക്കെയുള്ള വേർഡ് ഉണ്ട്. സപ്പോസ് നമുക്ക് ഫ്രഞ്ച് അറിയുന്ന ചില ആൾക്കാർ ഇംഗ്ലീഷ് എഴുതുമ്പോൾ നെയ്വ് എന്ന് എഴുതുമ്പോൾ ഐന്റെ മുകളിൽ രണ്ട് കുത്തിടാറുണ്ട്. NAIVE എന്നാണെങ്കിലും നെയ്വ്, അവിടെ എയും ഐയും സെപ്പറേറ്റ് ആയിട്ട് പ്രൊനൗൺസ് ചെയ്യാൻ നെയ്വ് എന്നാണ് വരുന്നത്. ഈ സൗണ്ട് ആണ് അവിടെ വരുന്നത്. അപ്പൊ ഐ ഈസ് ആക്ച്വലി ഇ എന്നുള്ള സൗണ്ട് ആണ് ഫ്രഞ്ചിൽ വരുന്നത്. ഐ എന്നുള്ള ആൽഫബറ്റിനെ ഇ എന്നാണ് നമ്മൾ ഫ്രഞ്ചിൽ പറയുന്നത്. അപ്പൊ നെയ്വ്, ഈ സൗണ്ട് അവിടെ കറക്റ്റ് ആയിട്ട് കേൾക്കാം. അപ്പോൾ ആണ് നെയ്വ് ഫോർ യു.
അപ്പൊ ഈ രണ്ട് കുത്തെന്നുള്ള ത്രേമ ആക്സന്റ് ആക്ച്വലി ഏതൊക്കെ ആൽഫബറ്റിന്റെ മുകളിലാണ് വരിക? ഇന്റെയും ഐന്റെയും യുവിന്റെയും, അതായത് എ, ഇ, യു, ഈ മൂന്നെണ്ണത്തിന്റെയും മുകളിലാണ് നമ്മൾ ഈ ത്രേമ ആക്സന്റ് കാണുക. ഓക്കെ, ഇനി എല്ലാ വോവൽസിന്റെ മുന്നിലും എ, ഇ, ഐ, ഒ, യു ഈ 5 വോവൽസിന്റെ മുകളിലും വരുന്ന ഒരു ആക്സന്റ് ഉണ്ട്. അത് ഏതാണ്? ഒരു ലിറ്റിൽ ഹാറ്റ് എന്ന് പറയും. ഞാൻ പറയുമ്പോൾ ലിറ്റിൽ ഹാറ്റ് എന്നാണ് പറയുക. ആക്ച്വലി അതിന്റെ ഇത് എന്താണ്? സിർക്കുംഫ്ലെക്സ് എന്നാണ്. ലിറ്റിൽ ഹാറ്റ് ഓർ സിർക്കുംഫ്ലെക്സ്. അപ്പൊ എന്റെ മുകളിൽ വരും എ, ഇ, ഐ, ഒ, യു, ഈ 5 ഇതിന്റെ മുകളിൽ നമ്മൾ ഇത് കാണാം, സിർക്കുംഫ്ലെക്സ്. അപ്പൊ ഈ ഒരു 6 വേർഡ്സ് നമുക്ക് നോക്കാം. അതായത് ഫോർ എ എന്നാണ് FORET, ദെൻ ഫെത്ത് FETE, ദെൻ പിന്നെന്താണ് പിന്നെ വരുന്ന ഓപ്പിത്താൽ, ഓത്തേൽ, പിന്നെ വരുന്നത് ഏതാണ്? പാത്ത്, പിന്നെ ഈ 6 വേർഡുകളാണ് നമ്മൾ കാണാനുള്ളത്. അപ്പൊ ഇവിടെയും ഫോർ എ എന്നുള്ളതിന്റെ ഓന്റെ മുകളിലുണ്ട്, ആൻഡ് ഫെത്തിന്റെ മുകളിൽ ഇന്റെ മുകളിലുണ്ട്, ആൻഡ് ഇതിന്റെ എല്ലാത്തിന്റെയും മുകളിൽ നമുക്ക് എന്ത് കാണാം? ഒരു ലിറ്റിൽ ഹാറ്റ് കാണാം. അപ്പൊ ഇവിടെ ഒരു ട്രിക്ക് എന്താണെന്ന് വെച്ചെങ്കിൽ ഇത് ആക്ച്വലി ഈ വേർഡിന്റെ ഒറിജിൻ ആണ് സൂചിപ്പിക്കുന്നത്. സോ മുന്നേ നമുക്ക് ഒരു ഓൾഡ് ഫ്രഞ്ചിൽ, നോർമാൻ ഫ്രഞ്ചിൽ ഒരു വേർഡ് ഉണ്ടായിരുന്നു, ഫോറസ്റ്റ് എന്നായിരുന്നു അത് ആക്ച്വലി ഉണ്ടായിരുന്നത്. അപ്പൊ ഇവിടെ എന്താ ചെയ്തു? എസ് ഡ്രോപ്പ് ചെയ്തിട്ട് എന്താണ് നമ്മൾ ഇംഗ്ലീഷിലാവുമ്പോൾ ഫോറസ്റ്റ് എന്നാണ് പറയുന്നത്. ഫോർ എ മീൻസ് ഫോറസ്റ്റ് എന്നാണ്. ഓക്കെ, അപ്പൊ ഇവിടെ ഇംഗ്ലീഷിലായപ്പോൾ നമ്മൾ എന്താണ് എസ് ഇട്ടു. പക്ഷെ ഫ്രഞ്ചിൽ ഇപ്പോഴത്തെ ന്യൂ ഫ്രഞ്ചിൽ നമ്മൾ എസ് ഡ്രോപ്പ് ചെയ്തിട്ട് മുകളിൽ ഒരു സിർക്കംഫ്ലെക്സ് ആഡ് ചെയ്തു. അപ്പം മോസ്റ്റ്ലി എന്താണ് സിർക്കംഫ്ലെക്സ് ഉള്ളപ്പോൾ പ്രൊനൗൺസിയേഷൻ അധികം ചേഞ്ച് ആവത്തില്ല. മോസ്റ്റ്ലി അതിന്റെ വേർഡിന്റെ ഒറിജിൻ ആണ് അത് കാണിക്കുന്നത്. അപ്പൊ ഇവിടെ എല്ലായിടത്തും നോക്കി കഴിഞ്ഞാൽ അറിയാം, ഈ തൊപ്പിയുടെ അപ്പുറത്തെല്ലാം നമുക്ക് എസ് ഇട്ട് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇംഗ്ലീഷിൽ തീക്കാനിൽ കിട്ടും അല്ലെ. സോ ഫോർ എന്നുള്ളത് ഫോറസ്റ്റ് ആണ്. പിന്നെ എന്താണ് ഫെത്ത് എന്നുള്ളത് ഫെസ്റ്റിവൽ എന്നുള്ള അർത്ഥമാണ് വരുന്നത്. ദെൻ വേറെ ഏതാണ്? ഓപ്പിത്താൽ എന്താണ്? ഹോസ്പിറ്റൽ എന്നാണ് വരുന്നത്. ദെൻ നെക്സ്റ്റ് ഈസ് ഓത്തേൽ ഈസ് എന്താണ്? ഹോസ്റ്റൽ, ഹോട്ടൽ, 2 വേർഡുകൾ അങ്ങനെ വരുന്നുണ്ട്. ദെൻ നെക്സ്റ്റ് എന്താണ്? പാത്ത് എന്ന് എഴുതിയിട്ടുണ്ട്, അത് പേസ്ട്രി, പേസ്റ്റ് എന്നൊക്കെയുള്ള അർത്ഥം വരും. അങ്ങനെ ഇംഗ്ലീഷിലത്തെ ഈക്വലൻസ് ഇഷ്ടംമാതിരി നമുക്ക് കിട്ടും എസ് ഇട്ട് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ. പിന്നെ എന്താണ്? എന്ന് എഴുതിയിട്ടുണ്ട്, ദാറ്റ് ഈസ് മാസ്റ്റ്. നമ്മൾ പറയുന്ന മാസ്റ്റ് ഇല്ലേ, MAST. സോ അതാണ് അതിന്റെ ഒരു ഒറിജിൻ വരുന്നത്. ഓക്കെ, സോ ദീസ് ആർ ലൈക്ക് സിർക്കുംഫ്ലെക്സ് ഫോർ യു. ആൻഡ് വേറൊരു കാര്യം ശ്രദ്ധിക്കാനുള്ളത് എന്താണെന്ന് വെച്ചെങ്കിൽ സിർക്കുംഫ്ലെക്സ് ഇട്ടില്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ എന്നുള്ളത്. സിർക്കുംഫ്ലെക്സ് ഇട്ടില്ലെങ്കിൽ ലൈക്ക് എവറി ലാംഗ്വേജ് ഓൾസോ ഇവോൾവ്സ്, റൈറ്റ്? അപ്പോൾ ചില ഒരു റെസ്ട്രിക്ഷൻ ഒക്കെ മാറ്റിയിട്ടുണ്ട്. പക്ഷെ ദർ ആർ സം ചില സ്ഥലത്ത് അത് ഇട്ടേ മതിയാവും. കാരണം എന്താ വെച്ചെങ്കിൽ ഇപ്പം ഈ 2 വേർഡുകൾ സ്യൂർ എന്നുള്ള 2 വേർഡ്, ഇത് രണ്ടും സ്യൂർ തന്നെയാണ് വായിക്കുക. യുവിന്റെ മുകളിൽ SUR എന്നാണ് എഴുതിയിരുന്നെങ്കിലും യുവിന്റെ മുകളിൽ ഇവിടെ ഒരു തൊപ്പിയുണ്ട്. അപ്പൊ തൊപ്പി ഉള്ളതിന് ഷുവാർ എന്നാണ് അർത്ഥം. തൊപ്പി ഇല്ലാത്ത സ്യൂറിന് എന്താണ്? ഓൺ, അബൌട്ട് എന്നൊക്കെയുള്ള അർത്ഥമാണ് വരുന്നത്. അപ്പൊ സ്യൂറിന് അങ്ങനെയാണ് വരുന്നത്. അതേപോലെ മ്യൂർ എന്നുള്ളതിന് തൊപ്പിയുള്ളതിന് റൈപ്പ് എന്നൊക്കെയുള്ള അർത്ഥമാണ് വരുന്നത്. MUR എന്നാണ് എഴുതിയെങ്കിലും രണ്ടും MUR എന്നാണ്. അപ്പൊ തൊപ്പിയുള്ളത് എന്താണ്? മ്യൂറിന് എന്താണ് അർത്ഥം? റൈപ്പ് എന്നാണ് അർത്ഥം. മറ്റേ മ്യൂറിന് വാൾ എന്നൊക്കെയാണ് അർത്ഥം വരുന്നത്. സോ എന്താണ് യൂഷ്വലി നമ്മൾ തൊപ്പി ഇട്ടില്ലെങ്കിൽ പ്രൊനൗൺസിയേഷൻ അധികം ചേഞ്ച് ആവുന്നൊന്നുമില്ല. ഇവിടെ മറ്റേതിന്റെ ഒക്കെ പോലെ തന്നെ, ആക്സന്റ് പോലെ തന്നെ പ്രൊനൗൺസിയേഷൻ ചേഞ്ച് ആവുന്നില്ല. പക്ഷെ എന്താണ്? മീനിങ് ചേഞ്ച് ആവും ചില സാഹചര്യങ്ങളിൽ. അപ്പൊ അതുകൊണ്ട് അത് ഇടേണ്ടടുത്ത് എന്തായാലും നിർബന്ധപൂർവ്വം ഇടണം. പക്ഷെ ചിലത് റിലാക്സേഷൻ തന്നിട്ടുണ്ട് ഇപ്പൊ ഫ്രഞ്ച് ഗവൺമെന്റ്. ഓക്കെ, നെക്സ്റ്റ് ആക്സന്റ് ഈസ് എ ലിറ്റിൽ ടെയിൽ. എന്താണ്? സീന്റെ അടിയിലുള്ള ഒരു ലിറ്റിൽ ടെയിൽ ആണ്. ഇങ്ങനെ ഒരു കുനിപ്പാണുള്ളത്. അപ്പോൾ എസ്പെഷ്യലി ഇത് വരുന്നത് എന്താണെന്ന് വെച്ചെങ്കിൽ സി കഴിഞ്ഞിട്ട് OUA ഒക്കെ വരുന്ന സമയത്താണ് എന്താണ് ഒരു ലിറ്റിൽ ടെയിൽ നമ്മൾ ഇട്ട് വരുന്നത്. അപ്പൊ CU ആൻഡ് CA അങ്ങനെയുള്ള സിറ്റുവേഷനിലാണ് നമ്മൾ ഈ 3 കോമ്പിനേഷൻ വരുമ്പോഴാണ് സീനെ നമ്മൾ ഒരു ലിറ്റിൽ ടെയിൽ വരുന്നത്. അപ്പൊ ഇങ്ങനെ വരുന്നത് എന്താണ്? അതിന്റെ പ്രൊനൗൺസിയേഷൻ കുറച്ച് ചേഞ്ച് ആയത് നമ്മൾ സൗണ്ടിലേക്ക് അത് പോകുന്നതാണ് പറയുന്നത്. ഇങ്ങനെ വരുമ്പോൾ ലിറ്റിൽ ടെയിൽ വരുമ്പോൾ സൗണ്ടിലേക്ക് പോകും. ഫോർ എക്സാമ്പിൾ നമ്മൾ എപ്പോഴും ഒരാളോട് കാണുമ്പോൾ നമ്മൾ ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് CAVA എന്നാണ് എഴുതിയിരിക്കുന്നത്. പക്ഷെ യൂഷ്വലി നമ്മൾ കാറ്റ് എന്നൊക്കെ പറയുമ്പോൾ സൗണ്ടിലേക്കാണ് അത് പോവാ അല്ലേ. അപ്പൊ ഇവിടെ എന്താണ്? CAVA എന്നാണ് എഴുതുന്നതെങ്കിലും അത് സൗണ്ടിലേക്ക് പോയി. വാ എന്നാണ് നമ്മൾ ചോദിക്കുന്നത്. ഹൗ ആർ യു അല്ലെങ്കിൽ ഹൗ ഇസ് ഇറ്റ് ഗോയിങ്. വാ എന്നുള്ളത് ഗോയിങ് എന്നാണ് അർത്ഥം വരുന്നത്. അപ്പൊ സവാ മീൻസ് സൗണ്ടിലേക്കാണ് പോകുന്നത്. സവാ മീൻസ് ഹൗ ഇസ് ഇറ്റ് ഗോയിങ്, ഹൗ ആർ യു. ഒരു ആൾക്കാരനെ കാണുമ്പോൾ നമ്മൾ ചോദിക്കുന്ന ഒരു ഫെമിലിയർ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് വരുന്നത് സവാ എന്നുള്ളത്. ആൻഡ് ഓൾസോ വേറൊരു വേർഡ് ഫോൺസെ എന്ന് നമ്മൾ പറയാറുണ്ട്. ഫോൺസെ മീൻസ് വാട്ട്? ഫ്രഞ്ച് ലാംഗ്വേജിൽ നമ്മൾ ഫോൺസെ എന്ന് പറയുന്നത്. പിന്നെ എന്താണ്? ഫ്രഞ്ച് മാനിൻ നമ്മൾ ഫോൺസെ എന്നാണ് പറയുന്നത്. FRANCAIS. അപ്പൊ സീന്റെ അടിയിൽ ഇങ്ങനെ ലിറ്റിൽ ഇതിട്ട് ഫ്രോങ്കെ എന്നല്ല നമ്മൾ പറയുന്നത്,
പറയുന്നത്. ഫോൺസേ എന്നാണ് നമ്മൾ പറയുന്നത്. അത് സ സൗണ്ട് ഈ ലിറ്റിൽ ടെയിൽ അതിന് കൊടുക്കുന്നു എന്നാണ് പറയുന്നത്. പിന്നെ വേറെ എക്സാമ്പിൾ പറയുവാണെങ്കിൽ വേറെ ഏതൊക്കെയാണ്? ഗാർസോം, ഗാർസോം. ഗാർക്കൂ എന്നല്ല ഞാൻ പറയുന്നത്, സൂ എന്നാണ്. GARCON, ഗാർസോം. ON നേസൽ സൗണ്ട് ഉണ്ട് അവിടെ, ഗാർസോം. അതുകൊണ്ട് എന്നെ കേൾക്കത്തില്ല. ഗാർസോം. ലെസ്സോം, ലെസ്സോം. ലക്കൂ എന്നല്ല പറയുന്നത്, ലെസ്സോം. ബിക്കോസ് സീൻ്റെ അടിയിൽ ലിറ്റിൽ ഇത് വന്നത് കൊണ്ടാണ് ഇതിന് സ സൗണ്ട് വരുന്നത്. അപ്പൊ ലെസ്സോം. അപ്പം ദീസ് ആർ മേജർ ആക്സൻസ് ഫോർ യു, ലൈക്ക് 5 ആക്സൻസ് ലൈക്ക് ഏഗു, പിന്നെ ഗ്രാവ്, പിന്നെ ത്രേമ 2 കുത്ത്. ദെൻ വേറെ ഏതാണ് നമ്മൾ പഠിച്ചത്? സിർക്കുംഫ്ലെക്സ്, ലിറ്റിൽ ഹാറ്റ്, പിന്നെ എന്താണ്? ഒരു ലിറ്റിൽ ടെയിൽ, സെതിൽ എന്ന് പറഞ്ഞ ഒരു ആക്സെന്റ് ആണ്. ഈ 5 ആക്സെന്റ് ഉള്ളത് കൊണ്ടാണ് മേജർ ആയിട്ട് പ്രൊനൗൺസിയേഷൻ ഒരു ചേഞ്ച് വരുന്നത്. നമ്മൾ ഇംഗ്ലീഷിലും ഫ്രഞ്ചിലും ഒരേ ആൽഫബറ്റ് ഒക്കെ തന്നെയാണ് ഉള്ളത്. പക്ഷെ ഇത് ഈ ഒരു ആക്സെന്റ്സ് ഉള്ളത് കൊണ്ട് എന്താണ് മീനിങ്ങും അതേപോലെ തന്നെ സൗണ്ടും ഒത്തിരി ചേഞ്ച് ആവുന്നുണ്ട്. Okay, so these are 5 accents for you. Au revoir.